ഇന്ന് കാണിക്കുന്ന ഡെമോൺസ്ട്രേഷൻ ത്രാടകം എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രശാന്തവും സ്വച്ഛവും അന്ധകാര വ്യാവൃതമായ മുറിയിൽ പത്മാസനത്തിലോ മറ്റ് സൗകര്യമുള്ള ആസനത്തിലോ നിവർന്നിരിക്കുക. എണ്ണവിളക്കോ മെഴുകുതിരിയോ കത്തിച്ച് 4 അടി ദൂരെ കണ്ണിൻ്റെ നിരപ്പിൽ അല്ലെങ്കിൽ ലെവലിൽ ഉയരത്തിൽ വയ്ക്കുക. നട്ടെല്ല് നിവർത്തി ശരീരം അയച്ച് കണ്ണടച്ച് ഒരു പ്രതിമ പോലെ ഇരിക്കണം. കണ്ണ് തുറന്ന് മുന്നിലെ തീനാളത്തിൽ കണ്ണ് ചിമ്മാതെയും കൃഷ്ണമണികൾ ചലിപ്പിക്കാതെയും പൂർണ്ണമായ ഏകാഗ്രതയോടെ നോക്കിക്കൊണ്ടിരിക്കണം. കണ്ണ് കഴയ്ക്കുകയോ കണ്ണീർ വരാൻ തുടങ്ങുകയോ ചെയ്യുമ്പോൾ കണ്ണടച്ച് നിശ്ചലമായിരിക്കുക. കണ്ണടച്ചിരിക്കുകയാണെങ്കിലും തീനാളം മനസ്സിൽ കാണണം. അതിൽ മാത്രമേ മനസ്സിരുത്താവൂ. ക്രമേണ തീനാളത്തിൻ്റെ പ്രതിച്ഛായ മനസ്സിൽ നിന്നും മാഞ്ഞു പോകാം. അപ്പോൾ വീണ്ടും കണ്ണ് തുറന്ന് തീനാളത്തിൽ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കണം. ആവുന്നത്ര കണ്ണ് ചിമ്മരുത്. കണ്ണ് ചിമ്മിയേ തീരൂ എന്ന് വന്നാൽ കണ്ണടച്ചു മുമ്പലത്തെ പോലെ തീനാളം മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കണം. ഇപ്രകാരം 5 മിനിറ്റ് ത്രാടകം അനുഷ്ഠിക്കാം. കണ്ണിന് ഏറെ ക്ലേശം തട്ടാതെ ഓരോ ത്രാടകത്തിൻ്റെയും നേരം നീട്ടണം. തുടക്കത്തിൽ 1/2 മിനിറ്റ് കണ്ണ് തുറന്നിരിക്കാവുന്നതാണ്. ക്രമേണ നേരം കൂട്ടാം. ദിവസേന 2 മിനിറ്റ് വരെ ചെയ്യാൻ നോക്കണം. ത്രാടകത്തിന് വിളക്കും മെഴുകുതിരിയും നിർബന്ധമല്ല. ഇഷ്ടദേവതാ ചിത്രം, ഉദയസൂര്യൻ, കണ്ണാടിയിലെ പ്രതിരൂപം, പൂർണ്ണചന്ദ്രൻ ഇങ്ങനെ എന്തും ത്രാടകത്തിനുള്ള ഉപാധിയായി ഉപയോഗിക്കാം. രാവിലെ 4 മണിക്കും 6 മണിക്കും ഇടയിലുള്ള സമയത്താണ് ത്രാടകത്തിന് ഉത്തമം. വെറും വയറോടെ അനുഷ്ഠിക്കുന്നതാണ് കൂടുതൽ ഗുണകരം. ഗുണങ്ങൾ: ഹ്രസ്വദൃഷ്ടി ഷോർട്ട് സൈറ്റ് മാറും. ബുദ്ധിസ്ഥിരത വർദ്ധിക്കും. മാനസിക അസ്വാസ്ഥ്യങ്ങൾ ഇല്ലാതാവും. ഉറക്കമില്ലായ്മ പോകും. ഏകാഗ്രതയും ഓർമ്മശക്തിയും കൂടും. മനസ്സിന് ഉറപ്പും ലക്ഷ്യബോധവും ഉണ്ടാകും. പ്രക്ഷുബ്ധമായ മനസ്സും ചെറിയ ചിന്തകളും നിയന്ത്രിക്കാനാകും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ത്രാടകം പരിശീലിക്കുമല്ലോ.